നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്റ്റാളിൽ വിൽക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വെള്ളക്കടല വേവിക്കാനിട്ട യുവാക്കൾക്ക് ദാരുണാന്ത്യം. നോയിഡയിലെ സെക്ടർ 70 ബസായിലെ വാടക വീട്ടിൽ വെച്ചാണ് 22-കാരനായ ഉപേന്ദ്ര, 23-കാരനായ ശിവം എന്നിവർ മരിച്ചത്. സംഭവം നടന്ന ശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് അയൽവാസികൾ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വന്തമായി ഒരു സ്റ്റാളിട്ട് ചന്ന മസാലയും കൂൽച്ചയും കച്ചവടം നടത്തി വരികയാണ് ഇവർ. വെള്ളിയാഴ്ച രാത്രിയുടെ വെള്ളക്കടല പാകം ചെയ്യാനായി കുക്കറിലിട്ട് ഉറങ്ങാൻ പോയതാണെന്നാണ് നിലവിൽ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ പറയുന്നത്. യഥാർത്ഥ പാകം കഴിഞ്ഞിട്ടും വെള്ളക്കടല സ്റ്റൌവിൽ വേകാനിട്ടിരുന്നതുകൊണ്ട് മുറിയിൽ പുക നിറഞ്ഞതാകാമെന്ന് നോയിഡ സെൻട്രൽ സോൺ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ രാജീവ് ഗുപ്ത പറഞ്ഞു. പുക നിറഞ്ഞിരുന്ന സമയത്തും വീടിന്റെ ജനലുകൾ അടച്ചിട്ടിരുന്നതിനാൽ മുറിയിൽ ഓക്സിജൻ ലഭിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഓക്സിജൻ ദൗർബല്യവും പുകയുമായി കൂടിച്ചേർന്ന് വീടിൽ വലിയ അളവിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകാൻ കാരണമായി എന്നും അദ്ദേഹം പ്രതികരിച്ചു. വിഷപ്പുക ശ്വസിച്ചാണ് ഇരുവരും മരിച്ചിട്ടുള്ളതെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. മണിക്കൂറുകൾക്ക് ശേഷവും വീട്ടിൽ നിന്ന് പുക ഉയർന്നത് കണ്ട അയൽവാസികൾ വീടിന്റെ വാതിൽ തകർത്ത് ഇവരെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ നോയിഡ സെക്ടർ 39 ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഇരുവരും മരണപ്പെട്ടിരുന്നു. മരിച്ച യുവാക്കളുടെ ശരീരത്തിൽ മുറിവുകളൊന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇവരുടെ മൃതദേഹങ്ങൾ പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്. മണമില്ലാത്ത ഒരു വിഷവാതകമാണ് കാർബൺ മോണോക്സൈഡ്. കാറുകളിൽ നിന്നോ ട്രക്കുകളിൽ നിന്നോ സ്റ്റൌകളിൽ നിന്നോ ഓവനുകളിൽ പാകം ചെയ്യുമ്പോഴോ ഗ്രിൽ ചെയ്യുമ്പോഴോ ജനറേറ്ററുകളിൽ നിന്നോ എല്ലാം ഇത് പുറന്തള്ളപ്പെട്ടേക്കാം. കാർബൺ മോണോക്സൈഡിന് ഏതാനും മിനിറ്റുകൾ മാത്രം മതി ശരീരത്തെ കീഴടക്കാൻ. അതായത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാൽ മരണം പെട്ടെന്ന് എന്ന് തന്നെ. ഇവിടെ സംഭവിക്കുന്ന രണ്ടു തരം അപകടങ്ങളാണ്. ഒന്ന് ശ്വാസം കിട്ടാതെ വരിക, മറ്റൊന്ന് താപനില ഉയരുകയുമാണ്. AC ഓൺ ആണെങ്കിൽ പോലും വായു സഞ്ചാരം ശരിയായി നടന്നില്ലെങ്കിൽ കാർബൺ മോണോക്സൈഡിന്റെ അളവ് കൂടും. അതുവഴിയാണ് അപകടം സംഭവിക്കുന്നത്. കാറുകളിൽ നിശബ്ദ കൊലയാളിയാണ് ഈ വാതകം. ഇവിടെ സംഭവിക്കുന്നത് ശ്വാസം കിട്ടാതെ വരികയും മറ്റൊന്ന് താപനില ഉയരുകയും ചെയ്യുന്നതാണ്. ശ്വസിക്കുന്ന ഓക്സിജൻ രക്തത്തിലെ ഹീമോഗ്ലോബിനെ കൂട്ടിപ്പിടിച്ച് അതിനൊപ്പമാണ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തുന്നത്. എന്നാൽ ഓക്സിജനൊപ്പം കാർബൺ മോണോക്സൈഡും ശരീരത്തിലെത്തിയാൽ ഹീമോഗ്ലോബിൻ മുൻഗണന കൊടുക്കുന്നത് കാർബൺ മോണോക്സൈഡിനൊപ്പം ചേരാനാണ്. കാർബൺ മോണോക്സൈഡും ഹീമോഗ്ലോബിനും ചേർന്ന് ശരീരത്തിലെത്തുകയും പ്രാണവായു കിട്ടാതെ വരികയും ചെയ്യും. കോശങ്ങൾ എല്ലാം നശിക്കും, തുടർന്ന് മരണവും. മിനിറ്റുകൾ മതി ഇവയ്ക്ക് മനുഷ്യ ശരീരത്തെ കീഴടക്കാൻ എന്നതുകൊണ്ട് നിമിഷ നേരത്തേക്ക് പോലും കുഞ്ഞുങ്ങളെ അടച്ച കാറിലിരുത്തി പുറത്തേക്ക് പോകാതെ ഇരിക്കുക. ഇനി അഥവാ പോകേണ്ടി വന്നാൽ തന്നെ കാർ വിൻഡോ കുറച്ചെങ്കിലും ഉയർത്തി വെക്കുക. അടഞ്ഞ സ്ഥലങ്ങളിൽ വിൻഡോ ഉയർത്തിവെച്ച് കാർ പാർക്ക് ചെയ്തിരിക്കുകയും ചെയ്യരുത്. ഗ്യാരേജിനുള്ളിൽ എഞ്ചിൻ ഓഫ് ചെയ്യാതെ നിർത്തിയിട്ട കാറിൽ കിടന്നുറങ്ങിപ്പോയി മരണം സംഭവിച്ച വാർത്തകളുമുണ്ട്. ശ്വാസതടസ്സം, ഛർദി, തലകറക്കം, ക്ഷീണം, മന്ദത എന്നിവയൊക്കെയാണ് അപകട ലക്ഷണങ്ങൾ. ഇവയിൽ ഏതെങ്കിലും ഒന്ന് അനുഭവപ്പെട്ടാൽ ഉടൻ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. ശുദ്ധവായു ശ്വസിക്കുക. ബോധരഹിതനായാൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിച്ച് ഓക്സിജൻ നൽകണം. CPR നൽകുക എന്നതാണ് പ്രാഥമിക കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.